എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ രണ്ടാമത്തെ അധ്യായത്തിൽ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യം എല്ലാവരും ചെയ്ത് നോക്കിയോ എന്നുള്ളത് അറിയാൻ ഒരു താല്പര്യമുണ്ട്. അപ്പം ചെയ്തിട്ടുള്ളവർ തീർച്ചയായിട്ടും ഇന്നത്തെ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയുടെ ആ ഒരു താഴെ കമൻ്റായിട്ട് ഒന്നിട്ടാൽ വളരെ നല്ലതായിരുന്നു. ഒന്ന് നിങ്ങളുടെ അനുഭവം ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വേക്ക് അപ്പ് 15 മിനിറ്റ്സ് ഏർലിയർ. അത് സാധാരണയായിട്ട് നമ്മൾ എഴുന്നേൽക്കുന്ന സമയത്തിനേക്കാളും ഒരു 15 മിനിറ്റ് നേരത്തെ എഴുന്നേൽക്കുക. എന്തിനാണ് 15 മിനിറ്റ് നമ്മൾ നേരത്തെ എഴുന്നേൽക്കാൻ പോകുന്നത്? ഈ ഒരു 15 മിനിറ്റ് കൊണ്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നത്? വേറെ ഒന്നുമല്ല, വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളിൽ മിക്ക ആളുകളും, ഞാൻ ഉൾപ്പെടെയുള്ള മിക്ക ആളുകളും പറയാറുള്ള ഒരു കാര്യമാണ്, നമുക്കൊന്നിനും സമയമില്ല, വളരെ തിരക്കിട്ട ജീവിതമാണ്, നമ്മുടെ പണി ഒഴിഞ്ഞിട്ട് നമുക്ക് സമയം കിട്ടുന്നില്ല, ഒന്നിനും സമയം കിട്ടുന്നില്ല. ഒരു സ്ഥലത്ത് പോകാനോ ഒരാളെ കാണാനോ സംസാരിക്കാനോ എന്തെങ്കിലും ഒരു കാര്യം ആസ്വദിക്കാം, നമുക്ക് വേണ്ടിയിട്ട് ചെലവഴിക്കാൻ നമുക്ക് സമയം കിട്ടുന്നില്ല എന്ന് പറയാറുണ്ട്. അപ്പോൾ ആ ഒരു സമയം നമുക്ക് വേണമെങ്കിൽ കണ്ടെത്താം എന്നുള്ളത് നമ്മളെ തന്നെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു 15 മിനിറ്റ് നേരത്തെ എഴുന്നേൽക്കാനായിട്ട് പറയുന്നത്. ഇപ്പോൾ രാവിലെ നമ്മളൊരു 6 മണിക്ക് എഴുന്നേൽക്കുന്ന ആളാണെങ്കിൽ ഒരു 5:45 എഴുന്നേൽക്കുക. 5:30 എഴുന്നേൽക്കുന്ന ആളാണെങ്കിൽ 5:15 എഴുന്നേൽക്കാൻ നോക്കുക. എന്താണെങ്കിലും നമ്മുടെ റൂട്ടീൻ ആയിട്ട് നമ്മൾ എഴുന്നേൽക്കുന്ന സമയത്തിനേക്കാളും ഒരു 15 മിനിറ്റ് നേരത്തെ എഴുന്നേൽക്കുക. എന്തുകൊണ്ടാണ് എന്നുള്ളത് ഇവിടെ ഒന്ന് പറയാം. അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ജപ്പാനിൽ ബിസി അല്ലെങ്കിൽ തിരക്ക് എന്ന് പറയുന്ന ആ ഒരു വാക്കിനെ അല്ലെങ്കിൽ അർത്ഥം വരുന്ന ആ ഒരു വാക്കിനെ 2 സിമ്പൽ കൊണ്ടാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. നമുക്കറിയാം ജാപ്പനീസ് ഭാഷയിൽ ശരിക്കും പറഞ്ഞാൽ വാക്കുകളെല്ലാം അവിടെ ഒരു സിമ്പിൾസ് വെച്ചിട്ടാണ് ഓരോ കാര്യങ്ങൾ, ഒരു സെൻറ്റൻസ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ബിസി അല്ലെങ്കിൽ തിരക്ക് എന്ന് പറയുന്നതിന് 2 സിമ്പലായിട്ടാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഒന്ന് ലൂസ്, മറ്റൊന്ന് ഹാർട്ട്. അതായത് നമ്മുടെ ഹൃദയം നഷ്ടപ്പെടുക എന്നുള്ളതാണ് ശരിക്കും തിരക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് വേണമെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാണ്, അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ സ്ഥാനം നേടിയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ സമയം കണ്ടെത്താറുണ്ട്, അല്ലേ? അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് സമയമില്ല നമ്മൾ പറയുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് വേണ്ടിയിട്ടുള്ള പല കാര്യങ്ങൾക്കും സ്ഥാനമില്ല എന്ന് തന്നെയാണ് അർത്ഥം. ആ ഒരു സ്ഥാനം തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു 15 മിനിറ്റ് നേരത്തെ എഴുന്നേൽക്കാനായിട്ട് പറയുന്നത്. ഇനി 15 മിനിറ്റ് നേരത്തെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഉടനെ തന്നെ അടുത്ത ഒരു തിരക്കിട്ട ഒരു കാര്യത്തിലേക്ക് കടക്കണ്ട എന്നാണ് പറയുന്നത്. ആ ഒരു 15 മിനിറ്റ് എന്തായാലും നമുക്ക് വേണ്ടി ചെലവഴിക്കുക. വേറെ ഒന്നും വേണ്ട. വേണമെങ്കിൽ കണ്ണടച്ച് നേരെ ഒന്ന് ഇരിക്കുക, എവിടെയെങ്കിലും കണ്ണടയ്ക്കോ അടയ്ക്കാതിരിക്കോ നിങ്ങളുടെ ഇഷ്ടം. എന്താണെങ്കിലും നേരെ ഇരുന്നിട്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ഒരു ദീർഘശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ഉള്ളിലേക്ക് എടുക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ശ്വാസം നമ്മുടെ മൂക്കിൽ നിന്നും അകത്തേക്ക് ശ്വാസനാളത്തിലൂടെ നമ്മുടെ പൊക്കിൾ കുടിയുടെ താഴെ വരെ എത്തി, അതേപോലെ തന്നെ നമ്മൾ പുറത്തേക്ക് ശ്വസിക്കുമ്പോൾ അതേപോലെ ഉള്ളിൽ നിന്നും ആ ഒരു ശ്വാസം പോകുന്നു എന്നുള്ള രീതിയിൽ. അപ്പോൾ വളരെ ഡീപ്പായിട്ടുള്ള ബ്രത്ത്. അതൊരു 5 മിനിറ്റ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. എന്നാലും നമുക്ക് വേണ്ടി വേറെ ഒന്നും ചിന്തിക്കാത്ത രീതിയിൽ, കാരണം തീർച്ചയായിട്ടും നമ്മളെ ശ്വാസത്തിൽ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ മറ്റൊന്നും നമ്മുടെ ചിന്തയിൽ വരില്ല. അപ്പം രാവിലെ തീർച്ചയായിട്ടും നേരത്തെ തന്നെ എഴുന്നേൽക്കാൻ നോക്കുക. ഒരു 15 മിനിറ്റ് നേരത്തെ എഴുന്നേറ്റ് ഈ ഒരു പ്രക്രിയ ഒന്ന് ചെയ്യുക. ഇനി ഇത് കഴിഞ്ഞ് ചെയ്യാനുള്ള കാര്യങ്ങൾ അടുത്ത ഓരോരോ അധ്യായങ്ങളായിട്ട് വരുന്നുണ്ട്. അപ്പം ഈ ഒരു കാര്യം തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാം. ഇത് ആ ശ്വാസം എടുക്കുക എന്നുള്ളത് മാത്രമല്ല, തീർച്ചയായിട്ടും നമുക്ക് വേണ്ടി വന്നാൽ നമുക്ക് വേണ്ടി സമയം ചെലവഴിക്കാനായിട്ടുള്ള ഒരു സന്ദർഭം നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് എന്നുള്ളത് നമ്മളെ തന്നെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. പലർക്കും ആ ഒരു വിശ്വാസം പോലും ഉണ്ടാവില്ല, അതിന് വേണ്ടിയിട്ടാണ്. അപ്പം തീർച്ചയായിട്ടും എല്ലാവരും ഇന്ന് പറ്റുമെന്ന് അറിയില്ല, ഇന്നിപ്പം രാവിലെ എഴുന്നേറ്റിട്ടായിരിക്കും ഈ വീഡിയോ കാണുന്നത്. അപ്പം നാളെ മുതൽ തീർച്ചയായിട്ടും മറക്കാതെ എല്ലാവരും ഇതൊന്ന് ചെയ്യാം. അപ്പോൾ എപ്പോഴാണ് നമ്മൾ സാധാരണ അലാറം വെച്ച് എഴുന്നേൽക്കാറുള്ളത്, അതിൻ്റെ ഒരു 15 മിനിറ്റ് നേരത്തെ ഒന്ന് എഴുന്നേറ്റിട്ട് ഒരു അല്പസമയം നമുക്ക് വേണ്ടി ഒന്ന് ചെലവഴിക്കാം. അപ്പം എല്ലാവരും ഇതും ഒന്ന് ശ്രമിച്ച് നോക്കിയിട്ട് ഈ ഒരു വീഡിയോയുടെ കമൻറ്റിൽ നമുക്ക് സൗകര്യമുള്ളപ്പോൾ ഒരു മെസ്സേജ് ഇടുക. ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്, നിങ്ങളുടെ അനുഭവം എങ്ങനെയുണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും വീണ്ടും വളരെ നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു.